കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡത്തിനോടുള്ള ഒരു അപേക്ഷയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മുടെ കേരളത്തിനെ അത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ക്യാൻസർ വന്ന് തൊണ്ടയ്ക്ക് 2 തവണ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ഒരു മുഴയും കൂടെ ഉണ്ട് തൊണ്ടയ്ക്ക്. എൻ്റെ യൂട്രസ് മൊത്തം എടുത്ത് കളഞ്ഞാണ്. ഞങ്ങൾ മെഡിക്കൽ ക്ലെയിം ചെയ്യാറില്ല. ഞങ്ങളുടെ പ്രൊഡക്റ്റ് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും മാറ്റാറില്ലെന്നാണ് ഇവരുടെ കമ്പനി പറയുന്നത്. ഇവർ പറയുന്നത് ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ചെയ്യണമെന്നാണ് ഇവരുടെ കമ്പനിയും പറയുന്നത്. ചോയ്സ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ശരിക്കും അവർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എക്സാം ആയതുകൊണ്ടാണ് അവർ എൻ്റെ ഞാൻ തെളിവ് ഉൾപ്പെടെയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഹെവി ഡ്രഗ് അടങ്ങിയിട്ടുണ്ട് എന്ന് എൻ്റെ അമ്മയ്ക്ക് വന്ന പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ ഈ സംഭവം എല്ലാവരും മറക്കുമ്പോൾ എന്നെ ടിപ്പർ കയറ്റിക്കൊല്ലുമെന്നാണ് പറയുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപേ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡറുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കമ്പനി പറയുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ യാതൊരുവിധ അസുഖങ്ങളും മാറില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത് എന്നും ഈ കമ്പനി വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ ക്ലബ്ബിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വളരെ വ്യക്തമായി ഈ ഒരു ന്യൂട്രീഷൻ ക്ലബ്ബിൽ നിന്നും അവർ പറയുന്നുണ്ട് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് നൽകുന്നതാണ്. ഇതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് എന്നും പറയുന്നു. ഞങ്ങൾ വെൽനെസ് ട്രെയിനികളാണ് എന്നും ഈ വീഡിയോയിൽ എന്തായാലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഒരു സെമിനാർ, അതായത് ഈ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ക്ലബിൻ്റെ ഒരു സെമിനാർ നടക്കുന്ന ആ ഒരു സെമിനാറിൽ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചത് മൂലം തങ്ങളുടെ ക്യാൻസർ വരെ മാറി എന്നാണ്. എന്തായാലും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചതിലൂടെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടമ്മ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും കമ്പനി പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ ഒരു അസുഖവും മാറില്ല എന്ന ഒരു പറയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ക്യാൻസർ മാറി എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യം കാണാം. അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റിനെതിരെ പരാതി നൽകിയ അതുൽ നമ്മളോട് പ്രതികരിക്കുകയാണ്. എനിക്ക് ക്യാൻസർ വന്ന് തൊണ്ടയ്ക്ക് 2 തവണ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ഒരു മുഴയും കൂടെ ഉണ്ട് തൊണ്ടയ്ക്ക്. എൻ്റെ യൂട്രസ് മൊത്തം എടുത്ത് കളഞ്ഞാണ്. സ്കാൻ ചെയ്തു, അതിനകത്ത് ഗ്രേഡ് 3 ആയിരുന്നു. ഞാൻ ഈ ന്യൂട്രീഷൻ ഫുഡ് എടുത്തനൊക്കെ എനിക്കിപ്പോൾ ഗ്രേഡ് 2 ആയിട്ടുണ്ട്. ആ മുഴ എൻ്റെ ഒരു സഹോദരിയെ പോലാണ്. എനിക്ക് സനമേടാണ് എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കൂടെ. എനിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. എൻ്റെ മോക്കാണെങ്കിലും അവിടെ യൂറിൻ ബ്ലാഡർ റീപ്ലാന്റ് ചെയ്തതാണ്. ഇപ്പം പിന്നെ അവർക്ക് യൂറിനകത്ത് പ്രശ്നമായിട്ട് ഞാൻ സനമേഡത്തിന് ചെയ്തു. സനമേഡ ന്യൂട്രീഷൻ ഫുഡ് എടുത്തു. മോക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഓവറിക്കകത്ത് ഒരു 24 cc ഉണ്ട്, ഒരു മുഴയുണ്ട്. അവർക്ക് ഇപ്പം ചോയ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ശരിക്കും അവർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എക്സാം ആയതുകൊണ്ടാണ് അവർ എൻ്റെ കൂടെ വരാൻ. എൻ്റെ ഒരു സഹോദരി പോലാണ് എൻ്റെ സനമേഡം. ആഷിഖ് സാറും നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരിച്ചു പിടിച്ചു. നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു. അങ്ങനെ കഷ്ടപ്പാടിൻ്റെ കൂടുതൽ കൊണ്ട് എനിക്കൊരു വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റി. അന്ന് വീടൊക്കെ നഷ്ടപ്പെട്ടതാണ്. ആ വീടുണ്ടാക്കി കേരളാംശം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ എനിക്ക് ഉണ്ടായ അസുഖം ബ്ലഡ് ക്യാൻസർ. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ആ പേടിച്ചു പോയ സമയത്ത് ഞാൻ ക്ഷീണം കാണാൻ പോയത് ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയുന്നു. അങ്ങനെ അവിടെ നിന്ന് അറിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ആ പിറ്റേ ദിവസം ഓണമാണ്. ഓണത്തിനന്ന് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കായിരുന്നു. എനിക്കും എൻ്റെ വൈഫിനും മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ ഒരു അസുഖം വന്നുള്ളത്. ആ സമയത്ത് നമുക്ക് കണ്ണിക്കൂടി കൂടുകൂടെ ഇങ്ങനെ ഒഴുകുക. നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വേദനകൾ. നമ്മൾ ഇനി ഒരു ജീവിതം ഇനി ഇല്ലല്ലോ, അടുത്ത ദിവസം നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ന്യൂട്രീഷൻ സെൻ്ററിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു എൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഈ ഫോട്ടോ കാരുണ്യമായി കൊടുക്കാനുള്ള ഫോട്ടോയാണ്. ഒത്തിരി പേരെ എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 25 ഡോക്ടേഴ്സിനെ എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടേഴ്സ് സാറിന്റെ ചേഞ്ച് കണ്ടിട്ട് നമ്മുടെ ഫുഡ് എടുത്താൽ
മാസമാണ് 2020 മെയ് മാസമാണ് മന്ത്ലി ഇൻകം എത്ര വരുന്ന സാറിൻ്റെ ലൈഫ് ഒന്ന് വേണ്ട ആവശ്യം വരും? ഞാൻ എൻ്റെ ട്രെയിനിങ് കേട്ടിട്ടില്ല, ഇല്ലല്ലോ ഫസ്റ്റ് എൻ്റെ ട്രെയിനിങ് കേട്ടിട്ടില്ല. ഇതെങ്ങനെ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ഈ വ്യത്യാസം വരുന്നത്? എനിക്ക് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡത്തിനോടുള്ള ഒരു അപേക്ഷയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മുടെ കേരളത്തിനെ അത്ര മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എൻ്റെ അമ്മയ്ക്കുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മാധ്യമങ്ങളിലൂടെ വന്നു. അതിനൊരു ധൈര്യം മുന്നോട്ട് വന്നത് അതെടുക്കാൻ അത് പറയാനൊരു ധൈര്യം കാണിച്ചത് മറുനാടൻ മലയാളി മാത്രമാണ്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം ബന്ധപ്പെട്ടു, ഇവരെല്ലാം ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവർക്ക് എന്താണ് ഈ ഒരു കാര്യം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ ഒരു ഫുഡിൻ്റെ ബാക്കിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു ഫിസീഷ്യൻ്റെ അഡ്വൈസോടെ മാത്രമേ ഈ ഒരു ഫുഡ് റെക്കമെൻഡഡ് ആയിട്ട് ഉള്ളൂ. അതുകൂടാതെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികൾക്കും ഡോക്ടറുടെ നിർദ്ദേശം വേണം. ഈ വെൽനസ് കോച്ച് എന്ന് പറയുന്ന നടത്താനിരിക്കുന്നവന് യാതൊരു രീതിയിലുള്ള വിദ്യാഭ്യാസവും ഇല്ല. അതുകൂടാതെ നേരത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ അമ്മയുടെ പ്രശ്നം, എൻ്റെ അമ്മയ്ക്ക് അത്രയും ഗുരുതരമായിട്ടുള്ള സ്ട്രോക്ക് വന്നുകൊണ്ടാണ് എനിക്ക് ആ കാര്യം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്ത ആളാണെന്നോ എനിക്ക് മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ജനങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ അമ്മയുടെ ഇഷ്യൂ മാത്രമേ ഞാനത് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ഒരു ബിസിനസ് 1 വർഷം ക്ലബ്ബ് റൺ ചെയ്ത ഒരാളാണ്. ഇതിൻ്റെ ഒരു ന്യൂട്രീഷൻ ക്ലബ്ബ് റൺ ചെയ്ത ഒരാളാണ്. ഏകദേശം 3 വർഷത്തോളം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരാളാണ്. എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ ആരോഗ്യം അല്ലാതെ ഞാൻ ഓടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് സിവിയറായിട്ട് ഈ പ്രൊഡക്റ്റും കൊണ്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വന്നില്ല. ഇത് എങ്ങനെ ഓരോരോ ആൾക്കാരുടെ ബോഡിയിൽ ഈ ഒരു ഫുഡ് അഫക്റ്റ് ചെയ്യുമെന്നുള്ള യാതൊരു നോളേജും ഈ ന്യൂട്രീഷനിസ്റ്റുള്ള ആൾക്കാർക്കില്ല. ഇവരുടെ കമ്പനി പറയുന്നത് ഞങ്ങൾ മെഡിക്കൽ ക്ലെയിം ചെയ്യാറില്ല, ഞങ്ങളുടെ പ്രൊഡക്റ്റ് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും മാറ്റാറില്ലെന്നാണ് ഇവരുടെ കമ്പനി പറയുന്നത്. ഇവർ പറയുന്നത് ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ചെയ്യണമെന്നാണ് ഇവരുടെ കമ്പനിയും പറയുന്നത്. ഇതെല്ലാം കമ്പനി പറയുകയും ഇവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഡോക്ടറെ കാണണ്ട, ഞങ്ങൾ വെൽനസ് ട്രെയിനറാണ്. BP ഉള്ളവനും ഷുഗർ ഉള്ളവനും കൊളസ്ട്രോൾ ഉള്ളവനും തൈറോയ്ഡ് ഉള്ളവനും വെരിക്കോസ് വെയിൻ ഉള്ളവനും ക്യാൻസർ ഉള്ളവനും എല്ലാ ഇവന്മാർ അവരുടെ സപ്ലിമെൻറ്റ്സ് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ പഞ്ചായത്ത് കയറി ഇറങ്ങി, ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി, ഞാൻ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി. ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ വീണ മേഡത്തിനെ 4 മണിക്കൂർ കണ്ടിട്ടാണ് ഞാൻ 2 മിനിറ്റ് മേഡത്തിനോട് സംസാരിച്ചത്. മേഡം ശക്തമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. മേയറെ പോയി കണ്ടു. ഇവരോട് എനിക്ക് അപേക്ഷിക്കാനേ പറ്റത്തുള്ളൂ, നിങ്ങൾ ഈ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം. കാരണം കുട്ടികൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്കാണ് ഇത് വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മാത്രം വിഷയമല്ല, ഇത് സ്കൂൾ കേന്ദ്രീകരിച്ച് ഇവരിപ്പോൾ ന്യൂട്രീഷൻ്റെ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് നടത്തുകയാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു ചതിക്കുഴിയിൽ ഒന്നും അറിയാതെ നിങ്ങളും നാളെ ചെന്ന് പെടാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. കാരണം ഇവർ പുറത്തിറങ്ങി നോട്ടീസ് പിടിച്ചുകൊണ്ട് വർക്ക് ഇറങ്ങും. വണ്ണം കുറയ്ക്കണോ, എന്തെങ്കിലും ചെയ്യണോ, നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ആണോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയും ചെല്ലും. ഇവർ ഇന്ന കമ്പനി ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ കമ്പനിയാണെന്ന് പോലും അറിയാതെ ഈ പാവം പിടിച്ച ആൾക്കാർ കയറി ചെല്ലുമ്പോൾ ഇവർ തെറ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ വെൽനസ് കോച്ചാണ്, അതിന് യാതൊരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റും ഇല്ല. ഇവർ പറയുന്നത് ഇവരുടെ ഫുഡിൽ FSSAI എന്നുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. FSSAI എന്നുള്ള രജിസ്ട്രേഷൻ ബിരിയാണിക്കും ഇവിടുത്തെ ചിപ്സിനും മിച്ചറിനും എല്ലാം FSSAI ഉണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ഫോസ്റ്റാക്കിൻ്റെ ട്രെയിനിങ് ചെയ്തതെന്ന്. ആ ട്രെയിനിങ് പാനിപ്പൂരി നടത്തുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കാൻ ട്രെയിനിങ് നടത്തും. ഇത് വെച്ചാണോ ഒരു ഹെൽത്തിൻ്റെ ഇവർ ഫുഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്? ഒന്നാമത് ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമസ് യൂട്യൂബറായിട്ടുള്ള ധ്രുവ് രാത്രി വരെ ഹെർബാലൈഫിനെതിരെ വീഡിയോ വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള ഹെവി ടോക്സിക്, ഞാൻ തെളിവ് ഉൾപ്പെടെയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഹെവി ഡ്രഗ് അടങ്ങിയിട്ടുണ്ട് എന്ന് എൻ്റെ അമ്മയ്ക്ക് വന്ന പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോഗ്യ വകുപ്പിന് എൻ്റെ പഞ്ചായത്തായ മലയങ്കീഴിൽ വൈസ് പ്രസിഡന്റിനെ ചെയർപേഴ്സണെ എല്ലാം കണ്ട് ഞാൻ ഈ കാര്യം ബോധ്യപ്പെടുത്തി. ഞാൻ നടത്തിയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഈ ക്ലബ്ബ് റൺ ചെയ്ത ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് നടത്തിയിട്ട് എൻ്റെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ എനിക്കിത് മാധ്യമങ്ങളെ അറിയിക്കാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാനും ഇതിനെ ഒരുപാട് വിശ്വസിച്ചു. ഞാൻ ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് വിശ്വസിച്ച് ഞാൻ ഈ ക്ലബ്ബ് നടത്തിയ ഒരാളാണ്. എൻ്റെ അമ്മയ്ക്ക് വന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ കാരണമാണ് ഞാൻ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ മാധ്യമങ്ങളെ വന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത ഗസ്റ്റുകൾ ഉൾപ്പെടെ എന്നെ ചീത്ത വിളിച്ചു. നിങ്ങളും ഞങ്ങൾക്ക് തന്നില്ല, ഞങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നീയാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഈ ഒരു സത്യം മനസ്സിലാക്കി മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾ അറിയുമായിരുന്നു? ഞാനിത് പുറം ലോകത്തോട് തുറന്നു പറയാൻ ഒരു മനസ്സ് കാണിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങളും എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ് ഈ ഒരു തെറ്ററിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് ജീവന് ഭീഷണി വരെയുണ്ട്. ബുള്ളറ്റ് മായ എന്നുള്ള ഒരു ലേഡി ഈ ഹെർബാലൈഫിലുള്ളത്, അവർ RCCയിൽ കയറി ഇറങ്ങി ക്യാൻസർ രോഗികളാണ് അവർ കൂടുതൽ ക്യാൻവാസ് ചെയ്യുന്നത്. അവരുടെ ഭർത്താവ് ഈ ഡിസംബർ 8 നടന്ന വെൽനസ് അക്കാഡമി എന്ന് പറഞ്ഞവന്മാരെ നടത്തിയതിനകത്ത് പറയുവാണ്, എന്നെ
അവന് ടിപ്പറുണ്ട്, അവൻ കൺസ്ട്രക്ഷൻ മുതലാളിയാണ്, എന്നെ ടിപ്പർ കയറ്റി കൊല്ലുമെന്ന് 6 മാസത്തിനുള്ളിൽ ഈ സംഭവം എല്ലാവരും മറക്കുമ്പോൾ എന്നെ ടിപ്പർ കയറ്റി കൊല്ലുമെന്നാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ചെയ്യുന്നവനും ഒക്കെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, ആൾക്കാർ ആരോഗ്യം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഇല്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദി BK വിഭുനിധി എന്നുള്ള ഒരു തക്കലയിലുള്ള ഒരു തമിഴനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി. കാരണം എനിക്ക് അത്രമാത്രം എനിക്ക് ജീവനിൽ പേടിയില്ല. കാരണം ഈ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഞാനിത് അവസാനം വരെ ഞാനിത് പൊരുതും. കാരണം അത്രയും ഹാംഫുള്ളാണ്. വീണ ജോർജ് മാഡത്തോട് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്യാണ്, മാഡം ഇതിനൊരു നടപടി മാഡം എടുത്തില്ലെങ്കിൽ, കാരണം ഇവർ യാതൊരു രീതിയിലുള്ള മെഡിക്കൽ ക്ലെയിംസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എൻ്റെ ഈ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. ഇവർ സ്റ്റേജുകളിൽ കയറിയിട്ട് എൻ്റെ ക്യാൻസർ മാറി, ബ്ലഡ് ക്യാൻസർ മാറി, RCCയിലെ ഡോക്ടർമാർ ഞങ്ങളുടെ നിന്ന് ഫുഡ് എടുക്കുന്നുണ്ടെന്ന് പറയുകയാണ്. മാഡം ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക്, ഇങ്ങനെ ഇവർ പറയുമ്പോൾ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് മാഡം ഇവർ കൊടുക്കുന്നത്? എനിക്ക് ഈ ഫുഡ് കഴിച്ചാണ് കുട്ടി ഉണ്ടായത്, എൻ്റെ ക്യാൻസർ മാറി, ആൾക്കാരെ പിടിച്ച് നിർത്തിയിട്ട് ഇവന് 50,000 രൂപ കിട്ടുന്നു, ഇവന് 1.5 ലക്ഷം രൂപ കിട്ടുന്നു, ഇവന് 30 ലക്ഷം രൂപ കിട്ടുന്നു. 30 ലക്ഷം രൂപ കിട്ടുന്നവന് ബിസിനസ് മൈൻഡ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ കൂടെ അല്ലെങ്കിൽ കൂട്ടുകൂടും. ഇങ്ങനെ ആൾക്കാരെ സെമിനാറുകൾ കൊണ്ടുവന്ന് ക്യാൻവാസ് ചെയ്ത് ആദ്യമായിട്ട് പോകുന്ന ഒരുത്തം കേൾക്കുകയാണ്. ഈ 2 ആഴ്ച ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാൻ വന്നവൻ ഈ ക്ലബ്ബിലോട്ട് കയറി ചെന്നപ്പോൾ ഇവനെ ക്യാൻവാസ് ചെയ്ത് ഡോക്ടറുടെ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ് സെമിനാർ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ക്യാൻസർ മാറിയുള്ള റിസൾട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ എന്താ ചിന്തിക്കുന്നത്? ഇവർക്ക് ഗസ്റ്റുകളെ കൊണ്ട് കൊടുക്കും. ഇതെടുക്കുമ്പോൾ ഇവന് ക്യാൻസർ മാറിയെന്ന് എന്താണ് ഉറപ്പ്? അതിൻ്റെ പ്രൂഫ് ഉണ്ടോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? IMO എന്നുള്ള ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് ഇതിനൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു ഡോക്ടറെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ? ആകെ പ്രതികരിച്ച് ഡോക്ടർ സിറിയ കെബിപിലിപ്പ് എന്നുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് എടുത്ത്. അതുവരെ ഇവന്മാർ പൂഴ്ത്തി വെച്ചേക്കുകയാണ്, പുറത്ത് കൊണ്ടുവരാതെ. അത്ര ഹെവി ടോക്സിൻസ് ഉണ്ടായതുകൊണ്ട് എൻ്റെ ജീവന് അത്രമാത്രം ആപത്തുണ്ട്. എൻ്റെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നാളെ ഉണ്ടാകുന്ന ഒരു തലമുറ ഇവന്മാർ ഡ്രഗ്സിന് അഡിക്റ്റ് ആകും. കാരണം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത രീതിയിലാണ് ഉള്ള ഹെവി ആയിട്ടുള്ള, നമുക്ക് വീണ്ടും വീണ്ടും ഡ്രഗ് കുടിക്കണമെന്നുള്ള രീതിയിലുള്ള തോന്നലാണ് ഈ ഒരു ഫുഡിൽ കൂടെ ഉണ്ടാകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു തലമുറ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ എനർജി കഴിഞ്ഞ് എൻ്റെ പെട്രോൾ കളഞ്ഞ് ഇത്രയും കയറി ഇറങ്ങി ഓഫീസിൽ കയറി ഇറങ്ങി കഷ്ടപ്പെടുന്നത്. വീണ ജോർജ് മാഡത്തിന് മാത്രമേ ഇതിൻ്റെ ഒരു നടപടി ഉണ്ടാക്കാൻ പറ്റും. നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്തുന്ന ആൾക്ക് ബേസിക്കായിട്ടൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒരു ഡയറ്റീഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് വേണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ഫുഡ് എടുക്കാൻ വരുന്ന ഒരു ഫിസിഷ്യനെ കണ്ട് കൺസൾട്ട് ചെയ്ത് മാത്രമേ എടുക്കാവൂ. മൂന്നാമത് ഇത് FD അപ്രൂവ്ഡ് അല്ല, ഫിസിഷ്യൻ്റെ ലേബൽ എഴുതി വെച്ചിട്ടുണ്ട്, FD അപ്രൂവ്ഡും അല്ല. അപ്പോൾ എന്തുമാത്രം ചതിയാണ് നടക്കുന്നത്? കമ്പനി ഒന്ന് പറയും, ഇവന്മാർ വേറെ രീതി ഒന്ന് പറയും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഇവർക്കുള്ളൂ. ഇവരുടെ കയ്യിൽ കുറേ FSSAIയുടെ സർട്ടിഫിക്കറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ ഇവർ ഇതുപോലെ ആൾക്കാരുടെ ആരോഗ്യത്തെ വെച്ച് കളിക്കുന്നത്. ഇവർ പറയും 5 കിലോ കുറഞ്ഞു, 10 കിലോ കുറഞ്ഞു. പിന്നെ ഹെവി ഡ്രഗ്സ് കാരണമാണ് ആൾക്കാർക്ക് കുടൽ ചുരുങ്ങിയിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റുമ്പോൾ ഡയറ്റ് നോക്കി വണ്ണം കുറയുന്നത്. അത് കാരണം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവരുടെ ബോഡി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും മിക്ക ക്ലബ്ബിലുള്ള ആൾക്കാർക്കും ഇല്ല. അവർ വെൽനസ് കോച്ച് എന്നാണ് പറയുന്നത്. ചെയ്ത ജോലി ഫോട്ടോഗ്രാഫർ, ഓട്ടോ, പല ഗവൺമെൻറ് ജോലി ചെയ്ത ആൾക്കാരാണ്. പല ലേഡീസും ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ ക്ലബ്ബുകൾ നടത്തുന്നുണ്ട്. കണിയാപുരത്തൊരു ലേഡി ഇതുപോലെ ഗവൺമെൻറ് ജോലി ഇരുന്ന് ചെയ്യുന്നു. വട്ടിയൂർക്കാവിലുള്ള ഒരാൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നത്. ഇത് സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ലേ? എൻ്റെ ജീവന് അത്രമേൽ, ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ പുറകെ വണ്ടികൾ വന്ന് നിർത്തുക, പബ്ലിക്കായിട്ട് എന്നെ ത്രറ്റൻ ചെയ്യുക, എന്നെ കുന്നുകളയോ എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ ക്ലബ്ബ് നടത്തിയ ഒരുത്തനാണ്. ഞാനിത് നടത്തിയപ്പോൾ എനിക്ക് ഊഹിക്കാം, എൻ്റെ കൂടെയുള്ള ഗസ്റ്റുകളെല്ലാം വന്ന് എന്നെ ചീത്ത വിളിക്കും, എന്നെ പഴി പറയും, എല്ലാം അറിയാം. ഒരമ്മ എന്നോട് ചോദിച്ചു, അതിൽ മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? മിണ്ടാതിരുന്നായിരുന്നു ലോകം അറിയുമായിരുന്നോ? ഞാൻ ഉൾപ്പെടെ കഴിച്ച ഒരുത്തനല്ലേ? ഇതിനകത്ത് ഇത്രയും ഡ്രഗ്സ് ഉള്ള ഒരു സാധനമാണ് ഈ ഫുഡ്. ഇവരുടെ കമ്പനി എന്നെ വിളിച്ചു, എന്തിന് നിങ്ങൾ ചാനലിൽ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ കമ്പനിയോട് ചോദിച്ചു, നിങ്ങൾക്ക് മെഡിക്കൽ ക്ലെയിം സ്റ്റേജിൽ കയറി പറയാനുള്ള അധികാരമുണ്ടോ? നിങ്ങൾക്ക് കമ്പനിക്ക് സ്റ്റേജിൽ കയറി ഇങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ? ക്യാൻസർ മാറിയെന്നാണ് പറയുന്നത്. ഇവരെ ഒരു നടപടി എടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൂർണ്ണ തെളിവുണ്ട് ക്യാൻസർ മാറിയെന്ന് പറയുന്നതിൻ്റെ. ആൾക്കാരെ എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ പൂർണ്ണ തെളിവുണ്ട്. നിങ്ങൾ തന്നെ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഈ ചതിപ്പെന്ന് പെടാതിരിക്കുക, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക. പക്കാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുമാണ്. നിങ്ങളുടെ സാമ്പത്തികം കളയാൻ ഇതിൽ കൂടുതൽ വേറെ ഒരു കാര്യം വേണ്ട. ജീവിതം നശിക്കും ഇത്. എനിക്ക് അത്രയും ജീവന് ഹാനി എനിക്കുണ്ട് ഇപ്പോൾ തന്നെ, ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ. ഞാൻ വീണ ജോർജ് മാഡത്തിനോട്, കേരള ആരോഗ്യവകുപ്പ് മന്ത്രിയോടും കേരള മുഖ്യമന്ത്രിയോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ കേരളത്തിൽ നടത്തുന്ന ന്യൂട്രീഷൻ ക്ലബ്ബുകൾക്ക് കറക്റ്റായിട്ടുള്ളൊരു മാനദണ്ഡം വെക്കാതെ ഇത് നടത്തിക്കരുത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആപത്താണ്. താങ്ക് യു. എന്തായാലും ഈ ഹെർബാലൈഫിൻ്റെ ഈ ഒരു സെമിനാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു മെഡിക്കൽ എത്തിക്സിന് തന്നെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ ഈ ഒരു യുവാവ് പരാതി നൽകിയെങ്കിലും ഇനിയെങ്കിലും ഈ ഒരു പരാതിക്ക് അടിസ്ഥാനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.